സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാധനാ സ്ഥലഗാനത്തിന് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് വചന ശുശ്രൂഷയുടെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് കാണാം. ആദ്യമേ തന്നെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ വചന ശുശ്രൂഷയ്ക്കുള്ള പ്രത്യേകത എന്തെന്ന് പറയട്ടെ. വചന ശുശ്രൂഷയെ കേവലം പഠിക്കലും പഠിപ്പിക്കലും എന്നതിനേക്കാൾ പെസഹ രഹസ്യത്തിൻ്റെ ആഘോഷം എന്ന നിലയിൽ കാണാനാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം താല്പര്യപ്പെടുന്നത്. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ വചന ശുശ്രൂഷ എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം മനസ്സിലാക്കണം. വചന ശുശ്രൂഷ എന്നാൽ വചനമായ കർത്താവ് നിർവഹിക്കുന്ന രക്ഷയുടെ ശുശ്രൂഷ എന്നർത്ഥം. കർത്താവായ ഈശോ മിശിഹ രക്ഷയുടെ ശുശ്രൂഷ നിർവഹിച്ചത് തൻ്റെ പെസഹ രഹസ്യത്തിലൂടെയാണ്. തന്മൂലം വചന ശുശ്രൂഷ രക്ഷാരഹസ്യത്തിൻ്റെ ശുശ്രൂഷയായി ഭവിക്കുന്നു. അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ വചനവേദി. ബേമ ഹൈക്കലയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബേമയുടെ പ്രതീകാത്മക അർത്ഥം ജെറൂസലേം എന്നാണ്. ജെറൂസലേം കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ പൂർത്തീകരണ വേദിയാണ്. ബേമയിലെ പീഠം ഗാഗുൽത്തായുടെ പ്രതീകമാണ്. ബേമയിലേക്ക് പ്രവേശിക്കുക എന്നാൽ ജെറൂസലേമിലേക്ക് പെസഹ രഹസ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി പ്രവേശിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ കുർബാനയിലെ വചന ശുശ്രൂഷയിൽ ആഘോഷപൂർവമായി സുവിശേഷം ബേമയിലേക്ക് എത്തിച്ചേരുന്നത് കർത്താവിൻ്റെ ആഘോഷപൂർവമായ ജെറൂസലേം പ്രവേശത്തെ സൂചിപ്പിക്കുന്നു. ആ സമയത്ത് നമ്മൾ പാടുന്ന ഹല്ലേലൂയ എന്ന ഗീതം, സോമാറ ഗീതം, ഓശാന വിളികളോടെ കർത്താവിനെ ജെറൂസലേമിലേക്ക് എതിരേറ്റ ശിഷ്യന്മാരുടെയും കുട്ടികളുടെയും ആ സ്നേഹം നിറഞ്ഞ ആ ആരവത്തെ സൂചിപ്പിക്കുന്നു. സുവിശേഷ വായന കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രതീകമാണെന്ന് സഭാ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം കേവലം അറിവല്ല, അത് ജീവനാണ്. വചനമായ കർത്താവ് തന്നെയാണ്. തന്മൂലം വചന ശുശ്രൂഷയിൽ നമ്മൾ ഉന്നം വയ്ക്കുന്നത് കേവലം എന്തെങ്കിലും അറിയാനല്ല, അതിലുപരിയായിട്ട് വചനമായ കർത്താവിനെ, ജീവൻ തന്നെയായ കർത്താവിനെ, രക്ഷയായ കർത്താവിനെ സ്വീകരിക്കാനാണ്. നമ്മുടെ വചന ശുശ്രൂഷയിൽ 2 വ്യാഖ്യാന ഗീതങ്ങളുണ്ട്. തുർഗാമ എന്നാണ് വ്യാഖ്യാന ഗീതത്തിൻ്റെ സുറിയാനിയിലെ പേര്. ലേഖനത്തിന് മുമ്പ് ഒരു വ്യാഖ്യാന ഗീതവും സുവിശേഷത്തിന് മുൻപ് ഒരു വ്യാഖ്യാന ഗീതവുമുണ്ട്. ഈ 2 വ്യാഖ്യാന ഗീതങ്ങളും ദൈവവചനത്തിൻ്റെ ശരിയായ പൊരുളെന്തെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ്. സുവിശേഷത്തിന് മുമ്പുള്ള ആ വ്യാഖ്യാന ഗീതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സൗഖ്യവും ഉയിരും പകരും മൊഴികൾ. അത് സൗഖ്യം പകരുന്ന മൊഴികളാണ്, ഉയിർ അല്ലെങ്കിൽ ജീവൻ പകരുന്ന മൊഴികളാണ്. പിന്നെ പറയുകയാണ്, ഈ മൊഴി നിങ്ങൾക്കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ദൈവവചന ഗ്രന്ഥം ജീവൻ്റെ ഉറവിടമാണ്. അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ജീവനാണ്, രക്ഷയാണ്. ജീവൻ നൽകാൻ പോരും ജീവദ്വചനം കേൾക്കിലൊളിക്കും സാത്താൻ. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണിത്. ജീവൻ നൽകുന്ന വചനമാണ്. ആ ജീവദായകമായ വചനം കേൾക്കുമ്പോൾ സാത്താൻ ഓടി ഒളിക്കുമെന്ന്. അങ്ങനെ വചനത്തെ ജീവൻ്റെ ഉറവിടമായി, രക്ഷയുടെ ഉറവിടമായി മനസ്സിലാക്കുന്ന ഒരു പാരമ്പര്യമാണ് പൗരസ്ത്യ സുറിയാനി ക്രമത്തിലുള്ളത്. പൗരസ്ത്യ സുറിയാനി ക്രമത്തിലുള്ള വചന ശുശ്രൂഷയുടെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം.
വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് ത്രിശുദ്ധ കീർത്തനത്തോടു കൂടിയാണ്. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നിങ്ങനെ ആലപിക്കുന്ന കീർത്തനമാണ് ത്രിശുദ്ധ കീർത്തനം. ഏശയ്യായുടെ ദർശനത്തിൽ 6-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നാം കാണുന്ന ആ ദർശനത്തിലെ മാലാഖമാരുടെ ഗീതത്തോട് ബന്ധപ്പെട്ടതാണ് ത്രിശുദ്ധ കീർത്തനം എന്ന് പറയുന്നു. അതിനാൽ തന്നെ ത്രിശുദ്ധ കീർത്തനത്തെ മാലാഖമാരുടെ കീർത്തനമെന്നും വിളിക്കാറുണ്ട്. വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ത്രിശുദ്ധ കീർത്തനം വരുന്നതിൻ്റെ സാങ്കത്യം എന്തെന്നുകൂടി പരിശോധിക്കാം. ഇത് വചന ശുശ്രൂഷയിലേക്കുള്ള ഒരു ക്ഷണമാണ്. പരിശുദ്ധനായ ദൈവത്തെ, ബലവാനായ ദൈവത്തെ, അമർത്യനായ ദൈവത്തെ നാം ഇതാ കണ്ടുമുട്ടാൻ പോകുന്നു. ആ വചനമായ കർത്താവിനെ നമുക്ക് എതിരേൽക്കാം. അതിനായി നമ്മെ തന്നെ ഒരുക്കണം. പരിശുദ്ധനായ ദൈവത്തെ സ്വീകരിക്കാനായി പരിശുദ്ധിയോടെ ഒരുങ്ങേണ്ടതുണ്ട്. ജീവിത പരിശുദ്ധി ആർജിക്കേണ്ടതുണ്ട്. ബലവാനായ ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നമുക്ക് കർത്താവിൽ അർപ്പിക്കാൻ കഴിയും. ആ ആശ്രയ ബോധ്യത്തോടെയാണ് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്നിങ്ങനെ പറയുന്ന ആ സങ്കീർത്തകനോടൊപ്പം ശക്തനായ കർത്താവിൻ്റെ ആ തണലിൽ അവൻ്റെ അടുക്കലേക്ക് ഞാൻ പ്രവേശിക്കുന്നു എന്ന ബോധ്യത്തോടെ നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കണം. അതുപോലെ അമർത്യനായ, മരണമില്ലാത്ത ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, മരണത്തെയും ജയിക്കാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അങ്ങനെ ദൈവമായ കർത്താവിനെ എൻകൗണ്ടർ ചെയ്യുന്ന നിമിഷങ്ങളായിട്ട് വചന ശുശ്രൂഷയെ നമ്മളിവിടെ മനസ്സിലാക്കിയാണ്. ഞാനീ പറഞ്ഞ കാര്യത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ ഞാനൊന്ന് ഇംഗ്ലീഷിലും കൂടി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. The liturgy of word in the Easterean tradition focuses more on the commemoration of the Paschal mystery of Christ. It is more than just learning and teaching the Word of God. The very venue where the Word of God is celebrated, that is Bema, shows the true meaning of the celebration of the liturgy of word. Bema symbolizes Jerusalem, which is the venue of the accomplishment of the Paschal mystery of the Lord. And therefore the liturgy of word taking place on the Bema symbolizes the celebration of the Paschal mystery. And we get very good picture of the Word of God from the Turgama, that is interpretational hymn before the Gospel. The Word is the life-giving Word. We encounter in the liturgy of Word Christ, the living Word, who gives us salvation. And thus the liturgy of Word becomes an opportunity for us to encounter the Word of God, who gives us salvation. Now when we examine the structure of the liturgy of word, at first we come across the Trisagion, where God is addressed as the holy God, the strong God, and the immortal God. It is an invitation for us to prepare ourselves to encounter God, the Word who is holy, God the Word who is strong, and God the Word who is immortal. ട്രിസാഗിയോണിന് ശേഷം അല്ലെങ്കിൽ ത്രിശുദ്ധ കീർത്തനത്തിന് ശേഷം വരുന്നത് പഴയ നിയമ വായനയ്ക്ക് ഒരുക്കമായിട്ടുള്ള 2 പ്രാർത്ഥനകളാണ്. ആദ്യത്തെ പ്രാർത്ഥനയിൽ ദൈവവചനം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ ഒരുക്കുന്നതിനെക്കുറിച്ച്, ബുദ്ധിയെ ഒരുക്കുന്നതിനെക്കുറിച്ചാണ് സൂചനയെങ്കിൽ, രണ്ടാമത്തെ പ്രാർത്ഥനയിൽ വചന ശുശ്രൂഷയുടെ ശരിയായ ആ അർത്ഥത്തിലേക്ക് തന്നെ സൂചനയുണ്ട്. പെസഹ രഹസ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ആ കർത്താവിനെ എൻകൗണ്ടർ ചെയ്യാൻ നമ്മൾ ഒരുങ്ങുന്നു.
സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും. ഇവിടെ ഭരണകർത്താവ് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ പദത്തിൻ്റെ സുറിയാനി മൂലം മുദബ്രാന എന്നാണ്. മുദബ്രാന എന്നാൽ രക്ഷാപദ്ധതി നിർവഹിക്കുന്നവൻ എന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ സൂചന രക്ഷാപദ്ധതിയുടെ നിർവഹണം ഈ വചനശുശ്രൂഷയിൽ നടക്കുന്നു, അത് നിർവഹിക്കുന്ന കർത്താവ് എന്നാണ്. ആദ്യം നമുക്ക് 2 വായനകളാണ് പഴയ നിയമത്തിൽ നിന്നുള്ളത്. കെറിയാനെ എന്ന് വിളിക്കും പഴയ നിയമ വായനകളെ, കെറിയാനെ. ആദ്യത്തെ വായന നിയമത്തിൽ നിന്നും, രണ്ടാമത്തേത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും. യഹൂദ സിനഗോഗ് ശുശ്രൂഷയുടെ ശൈലിയിലാണ് നമ്മുടെ വചന ശുശ്രൂഷ രൂപപ്പെട്ടിട്ടുള്ളത്. യഹൂദരുടെ സിനഗോഗ് ശുശ്രൂഷയിൽ വായനകളുണ്ട്, സങ്കീർത്തനാലാപങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, വായനകളുടെ വ്യാഖ്യാനങ്ങളുണ്ട്. അതേ ചുവട് പിടിച്ച് തന്നെ ഇവിടെയും വായനകൾ, അത് പഴയ നിയമം യഹൂദരെങ്ങനെ വായിച്ചിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, 2 നിയമത്തിൽ നിന്നും പ്രവാചകരിൽ നിന്നും. ഈ 2 വായനകളെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം കാണുന്നത്. ആ 2 വായനകളുടെയും ഒടുവിലാണ് ദൈവമായ കർത്താവിന് സ്തുതി എന്ന് ജനം മറുപടി പറയുന്നത്. ഈ വായനകൾക്ക് ശേഷം ശൂറായ എന്ന കീർത്തനമാണുള്ളത്. ശൂറായ എന്ന കീർത്തനം വാസ്തവത്തിൽ വായിച്ച് കേട്ട കാര്യങ്ങളോടുള്ള പ്രതികരണമാണോ അതാ ഇനി വായിക്കാൻ പോകുന്ന ലേഖനത്തിനുള്ള ഒരുക്കമാണോ എന്ന് ഒരു പക്ഷേ സംശയം തോന്നാം. ചില വ്യാഖ്യാതാക്കൾ അതിനെ പഴയ നിയമത്തോട് ബന്ധപ്പെടുത്തുന്നു. എന്നാൽ കൂടുതൽ വ്യാഖ്യാതാക്കൾ ഇനിയും വായിക്കാൻ പോകുന്ന ലേഖനത്തോടാണ് ശൂറായ കീർത്തനത്തെ ബന്ധിപ്പിക്കുന്നത്. ലേഖന വായനയ്ക്ക് മുമ്പുള്ള എഴുന്നേറ്റ് നിൽപ്പ് അല്ലെങ്കിൽ എസ്താത്യോന എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ശൂറായ എന്ന വാക്കിൻ്റെ അർത്ഥം, വാച്യാർത്ഥം ആരംഭം എന്നാണ്. എന്നാൽ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നത് പോലെ അതൊരു എസ്താത്യോനയുടെ പ്രകടനം അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽപ്പിൻ്റെ, ലേഖന വായനയ്ക്ക് ഒരുക്കമായിട്ടുള്ള എഴുന്നേറ്റ് നിൽപ്പിൻ്റെ പ്രകടനം കൂടിയായതിനാൽ ശുശ്രൂഷി പറയുന്നുണ്ട്, പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. ഈ ശൂറായ കീർത്തനം വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമ്മൾ ശ്രവിക്കുന്ന പഴയ നിയമത്തോടോ വായിക്കാൻ പോകുന്ന പുതിയ നിയമത്തോടോ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ല. അതിലുപരി ഓരോ ദിവസത്തെയും പ്രത്യേക അനുസ്മരണ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗീതമാണ്. ലിറ്റർജി ആത്യന്തികമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പ്രാർത്ഥനകളുടെ, ഗീതങ്ങളുടെ സമുച്ചയമാണെന്ന് പറയാം. വചന ശുശ്രൂഷയും അത് തന്നെയാണ്. പെസഹാ രഹസ്യത്തിൻ്റെ ആചരണത്തിലൂടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ചെയ്ത വലിയ കാര്യങ്ങളുടെ അനുസ്മരണമാണ് പഴയ നിയമത്തിൽ നമ്മൾ കേട്ടത്. ഇനി കേൾക്കാൻ പോകുന്നത് ഈശോ മിശിഹായിൽ പൂർത്തിയായ ആ മഹനീയമായ രക്ഷയുടെ ഉദ്ഘോഷണമാണ്. ഇതിനു മധ്യേ വലിയ സന്തോഷത്തോടെ വിശ്വാസികളുടെ ഗണം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സർവചരാചരങ്ങളോടും ചേർന്നാണ് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. അതിനോട് ചേർത്ത് ധനഹാകാലമാണെങ്കിൽ ധനഹാകാലത്തിൻ്റെ രഹസ്യം, മംഗളവാർത്തയാണെങ്കിൽ മംഗളവാർത്തയുടെ രഹസ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും തിരുനാളാണെങ്കിൽ കർത്താവിൻ്റെ ജനനമാണെങ്കിൽ ആ രഹസ്യം, ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയാണെങ്കിൽ ആ രഹസ്യം, അതെല്ലാം ഏറ്റുപറയുന്ന സന്ദർഭമാണിത്. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്നത് ലേഖനത്തിൻ്റെ തുർഗാമയാണ്. ലേഖന വായനയെ ശ്ലീഹ വായന എന്നാണ്
പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം വിശേഷിപ്പിക്കുന്നത്. സുറിയാനിയിൽ ലേഖനത്തിന് എങ്കർത്ത എന്ന് പറയും. അതിനർത്ഥം എഴുത്ത്, ലേഖനം എന്നൊക്കെയാണ്. എന്നാൽ ആ വായനയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത് ശ്ലീഹ വായന എന്നാണ്. എന്തുകൊണ്ടാണ് ലേഖന വായനയെ ശ്ലീഹ വായന എന്ന് വിളിക്കുന്നത്? കുർബാനയിൽ വായിക്കപ്പെടുന്ന മിക്കവാറും ലേഖനഭാഗങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനമായതുകൊണ്ടാണ് ശ്ലീഹായുടെ വായന എന്ന് ലേഖന വായനയെക്കുറിച്ച് പറയുന്നത്. ലേഖന വായനയ്ക്ക് മുമ്പുള്ള തുർഗാമ അല്ലെങ്കിൽ വ്യാഖ്യാന ഗീതം ഈ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതിൻ്റെ 5 സ്റ്റാൻസകൾ, അതിൻ്റെ രണ്ടാം ഭാഗത്തുള്ള 5 സ്റ്റാൻസകൾ പൗലോസ്ലീഹായെ സൂചിപ്പിച്ച് പൗലോസ്ലീഹായുടെ മിശിഹാനുഭവത്തെയും പ്രഘോഷണത്തെയും ഏറ്റുപറയുന്നതാണ്. നിഴലാം നിയമം വിട്ട് നൂതന നിയമം പാലിച്ചവനാം പൗലോസ്ലീഹ തന്നോട് മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീഷ്ണൻ ശാവോലിനെ ആ നാഥൻ പരിചയം നേടി തിരുസഭ തന്നിൽ തീഷ്ണതയേറും മാതൃക നൽകാൻ. ശാവോൽ എന്നാൾ യൂതൻ, നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ, മിശിഹായ് അവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. തെസലോന്യർക്കായി പൗലോസ് എഴുതിയ കത്താൽ നമ്മയും ഇപ്പോൾ മോദാൽ ദൈവിക ദൗത്യം അറിയിപ്പത് നാം കേൾക്കുക യുക്തം. ലേഖന വായന അല്ലെങ്കിൽ ശ്ലീഹ വായനയ്ക്ക് ശേഷം സുവിശേഷ വായനയാണ് വരുന്നത്. അത് വളരെ ആഘോഷപൂർവമായിട്ടാണ് പൗരസ്ത്യ സുറിയാനി ക്രമത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും സിറോ മലബാർ കുർബാനയിലെ റാസക്രമത്തിൽ 3 ഗീതങ്ങൾ പാടിയാണ് സുവിശേഷ വായനയ്ക്ക് ഒരുങ്ങുന്നത്. ലേഖന വായന കഴിയുന്നതോടെ ധൂപം ആശീർവദിക്കുന്നു. പിന്നെ പുരോഹിതൻ ബേമയിൽ വെച്ച് പ്രാർത്ഥന ചൊല്ലി മദ്ബഹയിലേക്ക് യാത്രയാകുന്നു. ആ സമയത്ത് ആരാധനാ സമൂഹം കർത്താവിനെ എതിരേൽക്കുന്ന, വചനമായ കർത്താവിനെ എതിരേൽക്കുന്ന സുമാറ ഹല്ലേലിയ ഗീതം പാടുന്നു. പുരോഹിതൻ മദ്ബഹയിലെത്തി അൾത്താരയിൽ നിന്ന് സുവിശേഷം എടുത്തുയർത്തി ലോകത്തിൻ്റെ പ്രകാശവും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്നത് ഓനീസാദ് എവങ്കേലിയോനാണ്. ഓനീസാദ് എവങ്കേലിയോൻ എന്നാൽ സുവിശേഷ ഗീതം. എഴുതി നരകുല രക്ഷകനാം. ഈ സുവിശേഷങ്ങൾ എങ്ങനെയാണ് വിരചിതമായതെന്ന് വ്യക്തമാക്കിയാണ്. സുവിശേഷങ്ങൾ വിരചിതമായത് സുവിശേഷകന്മാർ നിർദ്ദിഷ്ട ജനപദങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിച്ചതിലൂടെയാണെന്ന് ഈ ഓനീസ വ്യക്തമാക്കുന്നു. ഓനീസയുടെ സമയത്ത് തന്നെ മദ്ബഹയിലുള്ളവർ സുവിശേഷം ചുംബിക്കുന്നുണ്ട്. സുവിശേഷ ഗീതത്തിന് ശേഷം സുവിശേഷത്തിൻ്റെ വ്യാഖ്യാന ഗീതം അഥവാ തുർഗാമ വരുന്നു. ദൈവവചനത്തിൻ്റെ ശരിയായ പൊരുളെന്തെന്ന് വ്യക്തമാക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ജീവനും രക്ഷയും അരുളുന്ന വചനമാണ്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇത് പ്രഭ വിതറിയിടുന്ന ദീപമാണ്. പ്രഭ വിതറിയിടും ദീപം. ജീവൻ തന്നെ സദ്വചനം പാരിൽ വിധിയാളന വചനം സുതരാം വെളിവാക്കുന്നു. ഈ ദൈവവചനത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കം വേണ്ടതിനെക്കുറിച്ച് വിത്ത് വിതയ്ക്കുന്ന ആ കർഷകൻ്റെ ഉപമ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയമാകുന്ന നിലങ്ങളെ ഒരുക്കുവാനായിട്ട് ഈ തുർഗാമയിലൂടെ സഭ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ രക്ഷാരഹസ്യത്തിലേക്ക്, പെസഹ രഹസ്യ ശുശ്രൂഷയിലേക്കും ഈ തുർഗാമ വിരൽ ചൂണ്ടുന്നുണ്ട്. തുർഗാമയ്ക്ക് ശേഷം സുവിശേഷ പ്രദക്ഷിണമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറുസലേമിലേക്കുള്ള കർത്താവിൻ്റെ ആഘോഷപൂർവമായ പ്രവേശനമാണിത്. സുവിശേഷ വായന കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഘോഷണമാണ്. ആ സുവിശേഷവും സ്ലീവായും തിരികെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പ്രതീകമാണ്. സുവിശേഷ വായനയ്ക്ക് ശേഷം
കാർമികൻ സുവിശേഷം വ്യാഖ്യാനിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. അതേ തുടർന്ന് കാറോസൂസകളാണ്, ഡീക്കൻ്റെ നേതൃത്വത്തിലുള്ള കാറോസൂസകൾ. അത് തങ്ങൾ ശ്രവിച്ച ആ വചനത്തോട് വിശ്വാസികൾ പ്രതികരിച്ചുകൊണ്ട് നിർവഹിക്കുന്ന പ്രഘോഷണം തന്നെയാണ്. സഭാ പാരമ്പര്യമനുസരിച്ച് 3 കാറോസൂസകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് ബാവൂസ, രണ്ടാമത്തേത് കാറോസൂസ, മൂന്നാമത്തേത് സമാധാനത്തിൻ്റെ മാലാഖ അയക്കണമെന്നുള്ള ആ ലുത്തിനിയ. കാറോസൂസ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈവയ്പ് പ്രാർത്ഥനയാണുള്ളത്. വചനശുശ്രൂഷയുടെ സമാപന ഭാഗമാണിതെന്ന് പറയാം. വചനശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് പോയിരുന്ന ആ അയോഗ്യരായ വ്യക്തികൾക്ക് വേണ്ടി നൽകപ്പെട്ടിരുന്ന ഒരു ആശീർവാദമാണിതെന്ന് പറയാം. മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന ആ ജ്ഞാനസ്നാനാർത്ഥികൾ വചനശുശ്രൂഷയുടെ ഒടുവിൽ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി മോണ്ടളത്തിൽ നിൽക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ജീവൻ്റെ അടയാളം സ്വീകരിക്കാത്തവരും വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരുമൊക്കെ പുറത്തു പോകുന്ന സമയമാണ് വചനശുശ്രൂഷയുടെ സമാപനം. ആ സമയത്ത് അവർക്ക് കൊടുത്തിരുന്ന ഒരു ആശീർവാദമാണ് ഇന്ന് നമ്മുടെ തക്സയിലുള്ള കൈവയ്പ് പ്രാർത്ഥനയെന്ന് നമുക്ക് പറയാൻ കഴിയും. ആദ്യകാലത്ത് അത്തരം ഒരു ആശീർവാദം ഇങ്ങനെ പുറത്തു പോകുന്ന വിശ്വാസികളെ മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പിൽക്കാലത്ത് അതിനോട് ചേർത്ത് വിശ്വാസികളുടെ പള്ളിക്കുള്ളിൽ നിൽക്കുന്നവർക്ക് വേണ്ടി കൂടി ഒരു ആശീർവാദം കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് ജ്ഞാനസ്നാനാർത്ഥികളുടെ പാരമ്പര്യമൊക്കെ അവസാനിച്ചു വന്നപ്പോൾ അത് ദേവാലയത്തിൽ നിൽക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആശീർവാദമായി അതിനെ രൂപാന്തരപ്പെടുത്തി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കൈവയ്പ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക സവിശേഷത, ഇത് കൈവയ്പ് പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഈ പ്രാർത്ഥനയുടെ സമയത്ത് കാർമ്മികനും വിശ്വാസികൾ, ആരാധനാ സമൂഹം മുഴുവനും ശിരസ്സ് നമിച്ച് നിൽക്കുകയാണ്. ആശീർവാദം ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. ദൈവം നൽകുന്ന ആശീർവാദത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ പ്രാർത്ഥനയിൽ വ്യക്തമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ആശീർവാദമാണ് ആരാധനാ സമൂഹം മുഴുവനും ഉറ്റുനോക്കുന്നതെന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ആ പ്രാർത്ഥന വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ലൈംഗികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ആ ദൈവത്തിൻ്റെ വലങ്കൈ കൊണ്ടുള്ള ആശീർവാദമാണ് ഇവിടെ വിവക്ഷിതമായിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ വചനശുശ്രൂഷയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ വചനശുശ്രൂഷ മുഴുവനും പ്രഘോഷണങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാറോസൂസ എന്നാണ് സുറിയാനി വാക്ക്. അതിൻ്റെ മലയാളാർത്ഥം പ്രഘോഷണം. കാറോസൂസയുടെ ഏക വിഷയം കർത്താവിൻ്റെ രഹസ്യമാണ്, മിശിഹാ രഹസ്യമാണ്. മിശിഹാ രഹസ്യത്തിൻ്റെ പ്രഘോഷണമാണ് വചനശുശ്രൂഷയിൽ ഉടനീളമുള്ളത്. അത് 5 തരത്തിലുള്ള കാറോസൂസകൾ അല്ലെങ്കിൽ പ്രഘോഷണങ്ങളുണ്ടെന്ന് പറയാം. ഒന്നാമത്തേത് പഴയ നിയമ കാറോസൂസ. പഴയ നിയമ കാറോസൂസ എന്നാൽ പ്രതീകങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും മിശിഹാ രഹസ്യത്തെ പ്രഘോഷിക്കുന്നതാണ് പഴയ നിയമ കാറോസൂസ. പഴയ നിയമത്തിലുടനീളം പ്രതിപാദിക്കുന്നത് മിശിഹായെക്കുറിച്ചാണെന്ന് സഭാപിതാക്കന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്നെ ഇക്കാര്യം ഊന്നിപ്പറയുന്നുണ്ട്. നിങ്ങൾ തിരുലിഖിതങ്ങൾ പരിശോധിക്കൂ, അവയാണ് എനിക്ക് സാക്ഷ്യം നൽകുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പെസഹാ രഹസ്യത്തിൻ്റെ യഥാർത്ഥ പൊരുളെന്തെന്നറിയാതെ വിഷമിച്ചവരാണ്. അവർക്ക് പെസഹാ രഹസ്യത്തിൻ്റെ യഥാർത്ഥ പൊരുളെന്തെന്ന് കർത്താവ് ഈശോമിശിഹ വ്യക്തമാക്കി കൊടുക്കുന്നു. മോശ തുടങ്ങി പ്രവാചകന്മാരിലൂടെ തന്നെക്കുറിച്ച് അരുൾ ചെയ്യപ്പെട്ടവയെല്ലാം
അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവർക്കത് മനസ്സിലായി. അവരതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നല്ലോ എന്ന്. മിശിഹാ രഹസ്യത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ മതിയെന്ന് കർത്താവ് വ്യക്തമാക്കുകയായിരുന്നു. പഴയ നിയമം മുഴുവനും ഈശോ മിശിഹായുടെ പ്രതിരൂപങ്ങളാണ്, പ്രതീകങ്ങളും പ്രവചനങ്ങളുമാണ്. ഇനി രണ്ടാമത്തെ കാറോസൂസ എന്ന് പറയുന്നത് സ്ലീഹായുടെ കാറോസൂസയാണ്. അതെങ്ങനെ അതിനെ മനസ്സിലാക്കണം? മിശിഹാ രഹസ്യത്തെ താൻ അനുഭവിച്ചറിഞ്ഞ ആ മിശിഹാ രഹസ്യത്തെ ശ്ലീഹ ഒരു പ്രത്യേക സഭാസമൂഹത്തോട് പ്രഘോഷിക്കുന്നതാണ് ശ്ലീഹായുടെ കാറോസൂസ. റോമായിലെ സഭയ്ക്കോ തെസലോനിക്കായിലെ സഭയ്ക്കോ ഒക്കെ പൗലോസ് ശ്ലീഹ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്ലീഹ താൻ അനുഭവിച്ചറിഞ്ഞ മിശിഹാ രഹസ്യത്തെ പ്രഘോഷിക്കുന്നത്. മൂന്നാമത്തെ കാറോസൂസ സുവിശേഷത്തിൻ്റെ കാറോസൂസയാണ്, സുവിശേഷകൻ്റെ കാറോസൂസ. സുവിശേഷകൻ താൻ അനുഭവിച്ചറിഞ്ഞ മിശിഹാ രഹസ്യത്തെ ഒരു പ്രത്യേക ജനപദത്തോട് പ്രഘോഷിക്കുന്നു. അങ്ങനെ നമ്മളിവിടെ ഈ ഓനീസാദ് എവങ്കേലിയോണിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സുവിശേഷ ഗീതം എന്ന് പറയുന്ന ആ ഓനീസാദ് എവങ്കേലിയോണിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മത്തായി സുവിശേഷകൻ യൂദായിലെ സഭയ്ക്കും മർക്കോസ് റോമയിലെ ജനതയ്ക്കും ലൂക്ക ഈജിപ്തിലെ സഭയ്ക്കും യോഹന്നാൻ എഫേസുസിലെ സഭയ്ക്കുമായിട്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നുവെന്ന്. തുടർന്ന് വരുന്ന നാലാമത്തെ കാറോസൂസ എന്ന് പറയുന്നത് പുരോഹിതൻ്റെ സുവിശേഷ പ്രസംഗമാണ്. അവിടെയും പ്രഘോഷണ വിഷയം ഒന്ന് തന്നെയാണ്, മിശിഹാ രഹസ്യം. പുരോഹിതൻ താൻ ശ്രവിച്ച മുൻപുള്ള ആ കാറോസൂസകളുടെ വെളിച്ചത്തിൽ തൻ്റെ സൂക്ഷത്തിനേൽപ്പിക്കപ്പെട്ട ജനങ്ങളോട് തൻ്റെ തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മിശിഹാ രഹസ്യത്തെ പ്രഘോഷിക്കുന്നതാണ് സുവിശേഷ പ്രസംഗം. ഒടുവിൽ കാറോസൂസ ജനങ്ങളുടെ കാറോസൂസയാണ്, അത് ഡീക്കൻ നേതൃത്വം വഹിക്കുന്നുവെന്നേ ഉള്ളൂ. ആ കാറോസൂസ അത് 3 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത മുൻപ് ശ്രവിച്ച പ്രഘോഷണങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയിൽ ജനം ഡീക്കന്മാരുടെ നേതൃത്വത്തിൽ മിശിഹാ രഹസ്യത്തെ പ്രഘോഷിക്കുന്നു. അത് കൊച്ചു വാക്യങ്ങളിലൂടെയാണ് പ്രഘോഷിക്കുന്നത്, നീണ്ട പ്രഘോഷണമല്ല. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, ആമേൻ, കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള കൊച്ചു വാക്യങ്ങളിലൂടെയാണ് ജനം തങ്ങൾ ശ്രവിച്ച പ്രഘോഷണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ മിശിഹാ രഹസ്യത്തെ പ്രഘോഷിച്ചത്. അങ്ങനെ വചന ശുശ്രൂഷ മിശിഹാ രഹസ്യത്തിൻ്റെ ഒരു പ്രഘോഷണമാണ് നമുക്ക് മനസ്സിലാക്കാം. Now I would like to give a short summary of what I have said in Malayalam. We have spoken about the structure of the liturgy of word, and the beginning we have the Trisagion, of which I have already mentioned. After the Trisagion there is a prayer introducing the Old Testament readings. There are 2 Old Testament readings, one from the law and the other from the prophets. The Israeli liturgy of word is patterned after the liturgy of word of the synagogue. So the Jewish Christians followed the synagogal service, and in the Israeli tradition we find a very faithful accomplishment of the Jewish Christian synagogal liturgy, Jewish Christian liturgy of word. In the synagogal liturgy they had the readings from the law and prophets. Then there is a midrash or the commentary of the reading. There are psalms recited, then prayers and hymns. Now the same structure we find in our liturgy of word.
there are readings, psalm, recitation of psalms and prayers and hymns, all. After the Old Testament readings, we have Shuraya. The expression Shuraya literally means beginning, but it is a hymn of praise. It is praise of God along with the whole created universe, commemorating the mystery of that day. In fact, we don't have very direct link to what we have heard from the Old Testament, nor to what we are going to hear from the epistle reading. That we commemorate the mystery of the day or the mystery of the season. After the Shuraya, there is the Turgama, that is hymn of interpretation as a preparation for the epistle reading. Epistle reading is known as Sliha reading in the Syriac tradition, because most of the readings were taken from the letters of Saint Paul the Apostle. And now, as a preparation for the Gospel reading, we have 3 songs. One is Sumara, that is the Hallelujah chant welcoming the Lord, coming in the Word. Then there is Onisa the Evangelion, or anthem of the Gospel, in praise of the Gospel. And there the mention is made about the proclamation by the evangelist to different people, like the Jewish people, the Romans, Egyptians, Ephesians. And at the same time, we have the veneration of the Gospel. And thereafter, we find the Turgama, the hymn of interpretation of the Gospel, where the importance of the Word of God is beautifully presented. The Word of God is the source of our life and light. It is source for our salvation. We encounter in the Word of God Jesus Christ, the Word. After the Gospel reading, we have the homily, that is the interpretation given by the priest, and then we have the Carosusas litanical prayers, 3 of them are there. At the end, there is the imposition of hands. In the past, the imposition of hand was a blessing given to those who go out of the church after the liturgy of the word. There was a custom of sending out the unworthy people, like the non-baptized, that means the catechumens, then the non-signed, those people who are out of the Eucharistic communion because of their mortal sins, and the people who are not receiving communion. And a special blessing was given to such people. Later, that along with that blessing, another blessing was given to those people who remain inside the church, who participate in the Holy Eucharist. Still later, when there was no more custom of literally sending out people from the liturgy, the blessing was transformed into a blessing for those people who remain in the church. And this blessing prayer is known as the imposition of hands. But in fact, we don't find any literal blessing given. Or the entire liturgical assembly bow the head for receiving the blessing, including the celebrant. Then who is blessing? And the second prayer of the imposition of hands gives us it is a blessing given by God. We are asking for the blessing of God with His right hand. And thus the liturgy of word is concluded, and looking deeper into the meaning of the liturgy of word in the Syrian tradition, we can find it as a series of proclamations or karosusas. And the content of the proclamation is nothing but the mystery of Christ. We can identify different levels of karosusa. The first one is Old Testament karosusa, Old Testament proclamation of the mystery of Christ. It is the proclamation of the mystery of Christ through types, figures, and prophecies. Wherever we look in the Old Testament, it is the mystery of Christ that is proclaimed. Then we have the proclamation of the mystery of Christ made by the apostle.
the apostle proclaims to a particular church on the basis of his own Christ experience. And the third one is the proclamation by the evangelists. The evangelists proclaim their Christ experience to a particular people. Now the Syriac title of the gospel is like that, Karosusad Matai. That means proclamation of Matthew. Then comes the proclamation made by the celebrant, that is the homily. And that is also proclamation of the mystery of Christ in the light of the previous Karosusas and also on the basis of his own Christ experience. And addressed to the people, entrusted to the care of the pastor. And finally, we have the Karosusa of the people led by the deacons. It is actually Karosusa of the people. They are responding to the previous Karosusas. And now they proclaim the mystery of Christ as a response to all these previous Karosusas. Through short formulae like, Lord have mercy on us, that is for the first Karosusa, and Amen, that is for the second Karosusa. Of course, it is not right now given in the Taksa. We have it in the Ramsha. During the Lenten season, we are praying that. And the third one, Angel of Peace Litany, we beseech you, O Lord, that is response. That way, we find the entire liturgy of word in the Syrian tradition as a profound proclamation of the mystery of Christ. So, in summary, we have the celebration of the mystery of Christ all throughout our liturgy of word. Okay. Now, since I am not there for the questions, if you have some doubts, you can send me voice clip and I would give you the answer. Okay, thank you.